സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിനു മുൻപ് പാർട്ട് 1, പാർട്ട് 2 ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. വീഡിയോയിലായിട്ട് നമുക്ക് പോകാം. കേരളത്തിൽ തീണ്ടൽ പോലുള്ള അനാചാരങ്ങൾക്കെതിരെ നടന്ന ആദ്യത്തെ ആസൂത്രിത സമരത്തിൻ്റെ പേര്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. ക്വിറ്റിൻ്റെ സമരനായിക എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അരുണ ആസഫ് അലി. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാന്യമായി വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന സമരം ഏതാണ്? ഉത്തരം ചാന്നാർ ലഹള. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി? ഉത്തരം CP ജോൺ. കേരളത്തിൻ്റെ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതി ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? 2026 ജൂൺ 15. രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം? ഉത്തരം ഇംഗ്ലണ്ട്. മകരമഞ്ഞ് എന്ന സിനിമ ഒരു കലാകാരൻ്റെ ജീവിതം പശ്ചാത്തലമാക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചിത്രകലയിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഉത്തരം രാജാ രവിവർമ്മ. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം JC ബോസ്. മാഡിബ എന്ന് വിളിക്കപ്പെടുന്ന ലോക നേതാവ് ആരാണ്? ഉത്തരം നെൽസൺ മണ്ടേല. ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ? ഉത്തരം അമിതാവ് ഘോഷ്. തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ്? ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം? ഉത്തരം ആപ്പിൾ. നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഉത്തരം പറഞ്ഞത് അജ്മി, ഹരിപ്രിയ, ലിനിയ KP, നവീൻ, സുദേവ് വിജയൻ, രമ്യ കൃഷ്ണൻ, മുഹമ്മദ് റിസിൻ റാസി, സംസം. ഇത്രയും അക്കൗണ്ട്സാണ്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ആണ്, ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മൂലകം ഏത്? നിങ്ങളുടെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.